ഞാൻ ഈ മത്തൻ അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്നോ, വീട്ടിൽ ഭൂരിപക്ഷം ആൾ എതിർപ്പുണ്ടായിട്ട് അതൊന്നും വകവെക്കാതെ ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് മത്തങ്ങ പായസം. ഞാൻ ആദ്യമായിട്ട് മത്തങ്ങ പായസം എന്ന് കേൾക്കുന്ന ഒരു ഫെസ്റ്റിന് പോയപ്പോഴാട്ടോ. അവിടെ ഇങ്ങനെ ഈ പായസങ്ങളൊക്കെ വിൽക്കാൻ വെക്കുമല്ലോ. അന്ന് ഞാൻ കരുതി ഈ മത്തങ്ങ കൊണ്ടൊക്കെ ആരെങ്കിലും പായസം ഉണ്ടാക്കുമെന്ന്. അന്ന് ഞാനത് വാങ്ങി കുടിച്ചൊന്നുമില്ല കേട്ടോ, കാരണം അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇന്നിപ്പോൾ വീട്ടിൽ മത്തങ്ങ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു പായസം വെച്ചാലോ എന്ന് തോന്നി. കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലോട്ട് വേവിച്ച് വെച്ച മത്തൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലോട്ട് ശർക്കരപ്പാനിയും കൂടി ചേർക്കണ്ടേ. ഈ സമയം ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും ആയി ഉണ്ടാക്കിയില്ല, ആകെ ഒരൊറ്റൊരു പാൽ കേട്ടോ. കാരണം ഈ തേങ്ങാപ്പാൽ വേർതിരിക്കുന്ന ഒരു വല്ലാത്തൊരു മെനക്കെട്ട പണിയാണല്ലോ അല്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ പായസത്തിനൊരു കുറുക്ക് കുറവുള്ള പോലെ കേട്ടോ. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ പച്ചരി എടുത്തിട്ട് അരച്ചിട്ട് അതുകൂടി ചേർക്കണ്ടേ. ഇപ്പം കണ്ടില്ലേ, പായസത്തിന് കുറച്ചുകൂടി കുറുക്ക് വന്നില്ലേ. സംഭവം എല്ലാവർക്കും ലാസ്റ്റ് ഇഷ്ടമായി കേട്ടോ.